ഗൈസ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ചില മനുഷ്യർ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുക. ചിലരാവട്ടെ വളരെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു. എന്തൊരു സിമ്പിളാണ്. അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നുള്ള ഈ മീഡിയ ഒക്കെ വന്നേ പിന്നെ ആളുകൾക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ കണ്ടെത്താനൊന്നും കഠിനമായിട്ട് അധ്വാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അതിലൊരാളാണ് വിജയ് മാധവ്. വിജയ് മാധവ് ചെറുപ്പത്തിലെ സ്റ്റാർ സിംഗർ എന്നുള്ള ആ ഒരു സംഗീത പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആളാണ്. അയാൾ വിവാഹം കഴിച്ചത് ദേവിക നമ്പ്യാർ എന്ന ആക്ട്രസും ഡാൻസറുമായിട്ടുള്ള അവരെയാണ്. വിവാഹാനന്തരമാണ് അവർ വ്ളോഗ് തുടങ്ങുന്നത്. ആ വ്ളോഗിൻ്റെ തുടങ്ങുന്നതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഈ വിജയ് മാധവ് ഉണ്ടല്ലോ, നമ്മളുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ ശരിക്കും തലയുള്ള ഒരാളാണ്. അതായത് അയാളെ സൃഷ്ടിക്കുന്ന ആ കൃത്രിമമായിട്ടുള്ള വ്ളോഗിങ് രീതി. അയാൾ ഭാര്യയെ വിളിക്കുന്നത് താങ്കൾ, ഭാര്യ ഇങ്ങോട്ട് വളരെ വിനയപുരസ്സരം വിളിക്കുന്നത് മാഷേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന അവരുടെ കുടുംബത്തിൽ അവരുടെ ഏറ്റവും പ്രൈവസി ഉള്ള അവരുടെ നിമിഷങ്ങളിൽ താങ്കൾ എന്നും മാഷേ എന്നാണോ അവർ വിളിക്കുക? ഇനി ഒരു കുട്ടി അപ്പിയിട്ട് കഴിഞ്ഞാൽ താങ്കൾ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞപ്പിട്ടു, അത് ക്ലീൻ ചെയ്തോളൂ എന്നായിരിക്കും അയാൾ പറയാം? ഒരിക്കലും അല്ല. സാധാരണ ഒരു ഭാര്യ ഭർത്താവ് പറയുന്നത് കുട്ടി അപ്പിട്ടു കേട്ടോ, കഴിക്കോളൂ എന്നായിരിക്കും പറയുണ്ടാവുക. അതുപോലെ തന്നെ ദേവിക നമ്പ്യാർ എപ്പോഴും ഇങ്ങനെ വിധേയയായിട്ട് നിന്ന് എല്ലാം മാഷ് പറയട്ടെ, മാഷിൻ്റെ പിന്നിലാണ് ഞാൻ എന്നൊക്കെ വിനയപുരസ്സരം നിൽക്കുന്ന ദേവികയുടെ ഒറിജിനൽ രൂപം ഇതൊന്നും ആവില്ല. ഒരുപക്ഷെ അവരായിരിക്കും വിജയ് മാധവിനേക്കാളും ആധിപത്യ സ്വഭാവമുള്ള ഭാര്യ. പക്ഷെ അവർ സൃഷ്ടിച്ചെടുത്ത കൃത്രിമമായിട്ടുള്ള വ്ളോഗിങ് രീതിയിൽ ഭാര്യയെ ഇത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു ഭർത്താവുണ്ടോ? താങ്കൾ എന്ന് പറയും. ഇനി ഭാര്യ അമിതമായിട്ട് വ്ളോഗിങ്ങിൻ്റെ ഇടയിൽ സംസാരിച്ച മിണ്ടാതിരിക്കടി എന്ന് പറയുന്നതിന് പകരം വിജയ് മാധവിൻ്റെ ആ മാന്യത പുരട്ടിയ ഭാഷ എന്താണെന്നറിയൂ? ദേവിക താങ്കൾ മിണ്ടാതിരിക്കൂ എന്നുള്ളതാണ്. സാധാരണ ഒരു ഭാര്യയോട് ഭർത്താവ് നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിന് പകരം അയാൾ അത് മാന്യതയുടെ മിഠായിയിൽ പൊതിഞ്ഞ് ദേവിക താങ്കൾ മിണ്ടാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ ആ കൃത്രിമമായിട്ടുള്ള വ്ളോഗിങ് രീതി, അവരുടെ ആ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഈവൻ ദേവികയുടെ രണ്ടാമത്തെ ഗർഭം, അതിൻ്റെ ഛർദിൽ, ആദ്യത്തെ കുട്ടിയുടെ പേരിടൽ, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരിടൽ, ഇങ്ങനെ സംഭവ വികാസങ്ങൾ അവരുടെ ജീവിതത്തിൽ മനഃപൂർവ്വം സൃഷ്ടിച്ച് അതിലൂടെ കോടികൾ കൊയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ആത്മജ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള പരമാത്മ, ഇതൊക്കെ സ്കൂളിൽ പരമാത്മ എന്ന് വിളിക്കുമ്പോൾ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഈശ്വര ആ കുട്ടിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒറിജിനലായിട്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ ഈ വിജയ് മാധവ് ആ കുട്ടിക്ക് പരമാത്മ എന്ന് പേര് സ്കൂളുകാർക്ക് കൊടുക്കുന്നു? ഒരിക്കലുമില്ല. ഈ 5 വർഷം അവരുടെ ജീവിതം സെറ്റിലാവാനുള്ള സമയമാണ്. അതിലൂടെ അയാൾക്ക് ഒരു പരിധി വരെ അവരുടെ ജീവിതം നല്ല രീതിയിൽ സെറ്റിലാവാനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് വരും. അത് കഴിഞ്ഞ് സ്കൂളിൽ ചേർത്തുമ്പോൾ തീർച്ചയായിട്ടും ആ 2 കുട്ടികളുടെയും പേര് വളരെ മോഡേണായിട്ട് തന്നെയായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. ഒരു വ്ളോഗിങ്ങിൻ്റെ നിലനിൽപ്പിന് എന്തെങ്കിലും സംതിങ് ഡിഫറെൻറ്റ്, ഇവരുടെ വ്ളോഗിങ്ങിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് ഈ ആത്മജ, പരമാത്മ, താങ്കൾ, മാഷെ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത്. നിങ്ങൾ അവർ കൂടുതൽ ഔപചാരികമായിട്ട് എല്ലാം സഹിക്കുന്ന ഭാര്യയായിട്ട് മാഷ് അങ്ങനെയൊക്കെ പറയും. ഇവർ ഈ വ്ളോഗ് ചെയ്യുന്ന ഈ കുറച്ചും സമയമാണ് വളരെ മാന്യമായിട്ട്. അത് കഴിഞ്ഞാൽ ഇവർ കടിപിടി കൂടുന്ന ഭാര്യമാരാവും. അതിൽ മാഷും ഉണ്ടാവില്ല, താങ്കളും ഉണ്ടാവില്ല, വേറെ പദങ്ങളായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്ന അന്തമായിട്ട് ആ വിജയ് മാധവ് ഇങ്ങനെയാണ് ദേവികയെ വിളിക്കുന്നത്, എന്തൊരു റെസ്പെക്റ്റ് അല്ല, അങ്ങനെ ഒന്നും ധരിക്കേണ്ട. ഇനി ഇവർ സ്വന്തം വീടുകളിൽ ജീവിക്കുന്ന ആളുകളല്ല, അമ്മമാരൊന്നും ഇവരുടെ കൂടെ ഇല്ല. ഇവർ എപ്പോഴും തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റിലെ സെറ്റപ്പിൽ മാറി. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വിജയുടെ അമ്മയെ കൊണ്ടുവരുന്നില്ല, അവരെന്തുകൊണ്ടാണ് ഫ്ലാറ്റിലേക്ക് മാറിയത്, ഇത് കഷ്ടമല്ലേ? അങ്ങനെയൊന്നുമല്ല. അവരെ ഫ്ലാറ്റിലേക്ക് മാറിയതും അവരുടെ ആ വ്ളോഗിങ്ങിൻ്റെ ആ സ്വകാര്യതയ്ക്കും കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണിക്കാനും. ഈ ഫ്ലാറ്റൊന്നും മടുത്തു കഴിഞ്ഞാൽ അവർ ഉടനെ വേറെ ഒരു വീട്ടിലേക്ക് കയറും. അപ്പോൾ ഇവരുടെ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വർക്കിംഗ് അല്ല, രാവിലെ എണീറ്റ് ഭർത്താവിന് ജോലിക്ക് പോകണ്ട. അതുതന്നെയാണ് അയാൾ എൻജോയ് ചെയ്യണതും. അയാളൊരു സ്മാർട്ട് വർക്കറാണ്. അയാൾ ഒരിക്കലും രാവിലെ എണീറ്റ് ഒരു മില്ലിൽ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് കുടുംബം പുലർത്താനോ ആഗ്രഹിക്കുന്ന ആളല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തലം എന്ന് പറയുന്നത് പാട്ടാണ്. പാട്ടിൽ ഒരുപാട് അയാൾക്ക് ഉയർന്നു പോകാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ പ്രശസ്തയായിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള ഒരു വൈഫ് കൂടെ വന്നപ്പോൾ ഒരു യൂട്യൂബ് വ്ളോഗിങ് എന്നുള്ളൊരു ആശയം അയാളുടെ തന്നെ തലയിൽ ഉദിച്ചതാണ്. അതിലേക്കാണ് അയാൾ ആ കൃത്രിമമായിട്ടുള്ള വ്ളോഗിങ് രീതി ഒരു പ്രത്യേക രീതിയിൽ അയാൾ ഭാര്യയെ വിളിക്കുന്നതും മക്കൾക്ക് പേരിടുന്നതും എല്ലാ കാര്യങ്ങളും ആ ഒരു വ്ളോഗ് അയാളുടെ
എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട എയിം തന്നെ അവരുടെ വരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്രിമമായ വ്ളോഗിങ് രീതി ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും ഒരുപാട് വിമർശന വിധേയമായിട്ട് കൊണ്ടുപോകുന്നതിലൂടെ അയാൾ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷങ്ങളെ പറ്റി നമ്മളാരും അറിയാറില്ല. നമ്മൾ എന്തിനാണ് പരമാത്മ എന്ന് പേരിട്ട്, എന്തിനാണ് ആത്മജ എന്ന് പേരിട്ടത്, എന്തിനാണ് നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ദേവികയുടെ ഛർദിൽ ഇങ്ങനെ കാണിച്ചത്, അല്ലെങ്കിൽ ദേവികയും അയാളുടെ അമ്മയും കൂടി കമ്പയർ ചെയ്തിട്ട് അയാൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തു. അതിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു വന്നപ്പോൾ അമ്മ വളരെ ടെൻഷനായിരിക്കുന്നു. ഭാര്യയായ ദേവിക നമ്പ്യാർ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റീസെൻ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇങ്ങനെ കണ്ട് വളരെ എൻജോയ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അമ്മ ഭാര്യ എന്നൊക്കെയുള്ള ഈ സെൻസേഷണൽ ആയിട്ടുള്ള വിവാദപരമായ വിഷയം നമ്മളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നതിലൂടെ ഈ പട്ടിക്ക് എല്ല് കഷ്ടിടുന്ന പോലെ നമ്മൾ പിന്നെ തുടങ്ങും, വിജയ് മാധവ് എന്തിനാണ് അമ്മേനെ ചെറുതാക്കിയത്, ഭാര്യേനെ ഇങ്ങനെ പറഞ്ഞത്, ഭാര്യ നിൽക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടുമോ, അവർ 2 കുട്ടികൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സ്റ്റേജ് അതൊക്കെ ഉള്ളതല്ലേ, എന്താണ് ഇയാളിങ്ങനെ. ഇയാളുടെ ആധിപത്യ സ്വഭാവമുള്ള ഭർത്താവ് നമ്മൾ ഒരിക്കലും അത് അല്ല എന്ന് പറയുന്നില്ല. കാരണം ഒരു പ്രത്യേക ആധിപത്യ സ്വഭാവമുള്ള ഒരു ഭർത്താവ് തന്നെയാണ്. കൂടുതൽ വ്ളോഗിങ്ങിൽ വിജയ് മാധവാണ് മിണ്ടാതിരിക്കൂ, താങ്കൾ മിണ്ടാതിരിക്കൂ, താങ്കൾ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വിമർശനാത്മകമായിട്ട്. യഥാർത്ഥ ജീവിതത്തിൽ ദേവികയായിരിക്കും അയാളെ എടുത്തിട്ട് മെതിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്രിമമായിട്ട് അവരുണ്ടാക്കി നമ്മളുടെ മുന്നിലൂടെ വിവാദപരമായിട്ടുള്ള അവരുടെ ജീവിതം ആ 20 മിനിറ്റോ 30 മിനിറ്റോ ഉള്ള വ്ളോഗ് കൊണ്ടുപോകുന്നതിലൂടെ ഇവരുടെ ജീവിതം ഇതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മളെക്കാൾ വലിയ വിഡ്ഢികളുണ്ടോ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാര്യേനെ കാറിലിരുത്തി ആ ഗർഭകാലത്ത് ഛർദ്ദിപ്പിച്ച് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി കുറേ വിമർശനങ്ങൾ നേരിട്ട് കുട്ടികളുടെ അനാവശ്യമായിട്ടുള്ള പേരിടലുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ അവരുടെ ജീവിതം സെറ്റിലാവും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും പോയി തുടങ്ങുമ്പോഴൊക്കെ ഈ പേരുകളോ ഈ കാര്യങ്ങളോ ഒക്കെ മാറും. അത് വേറൊരു സ്റ്റൈൽ ഓഫ് വ്ളോഗിങ് അയാൾ അപ്പോഴേക്കും അയാളുടെ ആ ബുദ്ധിയുള്ള തലയിൽ നിന്ന് ഉരുത്തിരിയും, അയാൾ വേറൊരു വ്ളോഗിങ് രീതിയിലേക്കും മാറും. അപ്പോൾ മാഷും വിനയകുനിയായിട്ടുള്ള ദേവിക നമ്പ്യാർക്ക് വേറെ ഒരുപക്ഷെ അയാളായിരിക്കും വിധേയനായ ഹസ്ബൻഡും, ദേവികയായിരിക്കും ഡോമിനിയറിങ് വൈഫ്, ആധിപത്യ സ്വഭാവമുള്ള ഭാര്യ. അപ്പോൾ ഇങ്ങനെയുള്ള മലയാളം ഫാമിലി വ്ളോഗേഴ്സ്, ഈ ഫാമിലി വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ മലയാളത്തിലെ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ട് ഇപ്പോൾ പേളിമണി, വിജയ് മാധവ്, ഇങ്ങനെ ഒരുപാട് വ്ളോഗിങ് അവരുടെയൊക്കെ ഒരു സ്റ്റൈലിനെ വെച്ച് നോക്കുമ്പോൾ വിജയ് മാധവ് ഒരു പ്രത്യേക രീതിയാണ്. അതായത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്രിമമായിട്ടുള്ള ബഹുമാനം കൊടുത്തിട്ടുള്ള ഒരു കുടുംബ സംവിധാനത്തിനെ നമ്മുടെ മുന്നിലൂടെ അവതരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിട്ട് പോലും നമ്മളതിനെ കൂടുതൽ വിമർശിക്കുന്നതിലൂടെ അയാളുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.